വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് തജ്വീദ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി നൽകാം എന്ന ചോദ്യമാണ്. അതിൽ 7 ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായി ആലോചിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഉത്തരം തിരഞ്ഞെടുക്കാവൂ. ഒന്നാമത്തത്, ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയുടെ ഉപമ നമ്മുടെ പുസ്തകത്തിൽ എങ്ങനെയാ പറഞ്ഞത്? ആട്ടങ്ങ പോലെയാണ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയുടെ ഉപമ. നാരങ്ങയുണ്ട്, കപ്പങ്ങയുണ്ട്, അതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കരുത്. ആട്ടങ്ങയാണ് നമ്മുടെ പാഠത്തിൽ പറഞ്ഞത്. രണ്ടാമത്തത്, എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. സൂറത്തുൽ വാഖിയയാണ്. സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി ഉണ്ട്. ശരിയായത് സൂറത്തുൽ വാഖിയയാണ്. ഇനി മൂന്നാമത്തത്, ഖുർആനിൻ്റെ 1/3 ഏതാണ്? ആയത്തുൽ കുർസി ആണോ, സൂറത്തുൽ മുൽക്കാണോ, സൂറത്തുൽ ഇഖ്ലാസ് ആണോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹു അല്ലാഹു. അപ്പോൾ ഖുൽ ഹു അല്ലാഹു ഖുർആനിൻ്റെ 1/3 1/3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 നാരങ്ങ അവിടെ വെച്ചു. ഒരു നാരങ്ങയാണ് ഒരു ഖുൽ ഹു അല്ലാഹു, മറ്റൊരു നാരങ്ങയാണ് ഒരു ഖുൽ ഹു അല്ലാഹു, വേറൊരു നാരങ്ങ. അപ്പോൾ 3 നാരങ്ങയും കഴിഞ്ഞു, ഖുർആന് ഖത്തം തീർന്നു. 3 ഖുൽ ഹു അല്ലാഹു ഓതിയാൽ നമുക്കൊരു ഖത്തം തീർത്ത കൂലി കിട്ടും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അത് ഖുർആൻ്റെ 1/3 ആയതുകൊണ്ടാണ്. ഇനി നാലാമത്തത്, സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും വിധികൾ എത്രയാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞത്? 4, 6, 5. 5 ശരി. ഇനി അഞ്ചാമത്തത്, ഇത് ആമും ബിലാ ഉന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടത് ഇതിലേതാണ്? ലാമ് റ ആണ് ഇദാമും ബിലാ ഉന്നൻ്റെ അക്ഷരം. ഇപ്പോൾ ഇവിടെ ലാമുണ്ട്, ലാമാണ് ശരിയായത്. ഇനി ആറാമത്തത്, ഇൽഹാറിൻ്റെ ഉദാഹരണമാണ്. ഇൽഹാർ എന്ന് പറയുമ്പോൾ സാക്കിനായ നൂന് അഥവാ സുക്കൂനുള്ള നൂന്, തെൻവീന്, ഇതിന് ശേഷം ഖൽക്കിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇൽഹാർ ആകുന്നത്. അപ്പോൾ അത് ഏതാണ് ഇവിടെ? സമീഉൻ അലീം. നിങ്ങൾ കണ്ടില്ലേ, തെൻവീൻ ഉണ്ട് അവിടെ. ആ തെൻവീന് ശേഷം അലീം, ഹൽക്കിൻ്റെ അക്ഷരം വന്ന് കണ്ടില്ലേ. ഇനി ഏഴാമത്തത്, സുക്കൂനുള്ള അക്ഷരത്തിൻ്റെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് എന്തെന്ന് പറയുക? ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു സുക്കൂനുള്ള അക്ഷരം, അതിനുശേഷം ഒരു അർക്കത്തുള്ള അതേ അക്ഷരം. ഇപ്പം നാന്നാണെങ്കിൽ അടുത്തതും ഒരു നാന്നാണ്. ആദ്യത്തേന് നാവും പിന്നെ നാവും. അപ്പം ഈ ന എന്നുള്ളതിനെ ഒന്നാക്കി ന എന്നാക്കുക. അതാണ് സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മറക്കരുത്. ഇനി രണ്ടാമത്തത്, വേർതിരിക്കാം. ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാമു ബിഉന്ന, ഇദ്ഗാമു ബിലാ ഉന്ന, ഇഖ്ലാബ് എന്നിങ്ങനെ വേർതിരിക്കണം. അതിൽ ആദ്യത്തത് വൻഹർ ഏതിലാ വരിക? വൻഹർ സുക്കൂനുള്ള നൂനിന് ശേഷം ഹ ആണ്, ഹൽക്കിൻ്റെ അക്ഷരമാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇൽഹാറിൽ എഴുതുന്നു. ഈഷത്തി റാലിയ, ഈഷത്തി റാലിയ എന്ന് പറയുമ്പോൾ തെൻവീന് ശേഷം നമ്മൾ പറഞ്ഞ ഇദ്ഗാമും ബിലാ ഉന്നയുടെ അക്ഷരമാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇദ്ഗാമും ബിലാ ഉന്നയിൽ എഴുതണം. ഇനി മ്യൂ വലത്, മ്യൂ വലത് എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായ വാവ് വന്നു. അപ്പോൾ ഇഖ്ഫായിൽ എഴുതാം. ഇനി കിറാമിൻ ബററ, മീമിന് ശേഷം ബാ വരുമ്പോഴാണ് ഇഖ്ലാബ് ആവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീമിനെ നമ്മൾ ബായിലേക്ക് അങ്ങ് ചേർത്ത് ലയിപ്പിച്ച് ഉന്നത്ത് നെയ്ത് ഓതുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇഖ്ലാബിലേക്ക് എഴുതും. ഇനി ആയാത്തും മുഹ്കമാത്തുൻ, തെൻവീൻ ഉണ്ട് തുൻ എന്നുള്ളതിനിക്ക്, അതിനുശേഷം ഷദ്ദുള്ള മീമാണ്. അപ്പോൾ നമുക്കറിയാം അതിനെ മണിക്കണം. ഇദ്ഗാമും ബി ഉന്നയിൽ നമ്മൾ അതിനെ എഴുതും. ആയാത്തും മുഹ്കമാത്തുൻ, മണിച്ചോദനം. ഇനി മൂന്നാമത്തത്, പൂർത്തിയാക്കാം എന്ന പ്രധാന ചോദ്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നു കളയുന്നത് വലിയ കുറ്റമാണ് എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചു. രണ്ടാമത്തത്, അള്ളാഹു പറയുന്നു വറത്തിലിൽ ഖുർആന തർതീല. ഖുർആനിലുള്ള ആയത്താണ്. എങ്ങനെ? വറത്തിലിൽ ഖുർആന തർതീല. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, നാളത്തെ മറ്റന്നാളത്തെ പേപ്പറിൽ നമുക്ക് ഉറപ്പായും കാണാൻ കഴിയും.
ഇനി മൂന്നാമത്തത് സുക്കൂനുള്ള നൂനിൻ്റെ അതേ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ഏതാണത്? തെൻവീനാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ അതേ ഉച്ചാരണം തന്നെയായിരിക്കും ഏതിനും? തെൻവീനിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നൻ എന്ന് എഴുതുമ്പോൾ നൻ എന്ന് നിങ്ങൾ ഇനി 2 വര ഇട്ടാലല്ലേ തെൻവീന് വരിക. ഇനി അതിന് പകരം ആദ്യം ന എന്ന് എഴുതുക, പിന്നെ ന് എന്ന് എഴുതുക. അതെന്താ വായിക്കുക? നൻ. പിന്നെ ഒരു നാൻ്റെ മേലെ 2 വര ഇട്ടാൽ എന്താ വായിക്കുക? നൻ. അപ്പോൾ രണ്ടും നൻ എന്നാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിനെ പോലെ തന്നെയാണ് തെൻവീനും, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഉത്തരം എഴുതാമെന്നതിലെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ വായിക്കാനുണ്ട്. അതിനു മുമ്പായി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നറിയാം. ചെയ്യാതെ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചാൽ അൽഹംദുലില്ലയോ, താങ്ക്സോ, അമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അതിൽ ഒന്നാമത്തത്, ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? ഖുർആൻ ഓതുന്ന വ്യക്തി മധുര നാരങ്ങ പോലെയാണ്. മണം നല്ലത്, അതുപോലെ തന്നെ മധുരവും ഉണ്ടാവും. അപ്പോൾ അതാണ് ഖുർആൻ ഓതുന്ന വിശ്വാസിയെ ഉപമിച്ച രൂപം. രണ്ടാമത്തത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിലാണ്? നമ്മുടെ പുസ്തകത്തിൽ ആരുടെ ശൈലിയാണ് പറഞ്ഞത്? അറബികളുടെ ശൈലിയിൽ ഖുർആൻ പാരായണം നടത്തുക എന്നാണ്